ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പത്തനംതിട്ട ജില്ലയിലെ പമ്പാതീരത്ത് പുരോഗമിക്കുന്നു. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് സന്യാസി ശ്രേഷ്ഠ നയിക്കുന്ന ധർമാചാര്യ സഭ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടക്കും. ബുധനാഴ്ചയാണ് പരിഷത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇന്നലെയാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 113ാമത് വർഷത്തെ മഹാസമ്മേളനം ഇന്നലെ തുടക്കം കുറിച്ചു. ഗവർണറായിരുന്നു ഉദ്ഘാടനം. ഇന്ന് ധർമാചാര്യന്മാർ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ചും സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ധർമാചാര്യ സഭ ഇന്ന് നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ധർമാചാര്യ സഭയിൽ കൊളത്തൂർ അദ്വൈത ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ നേതൃത്വത്തിലുള്ള സന്യാസി ശ്രേഷ്ഠരാണല്ലോ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ ജ്ഞാനത്തിൻ്റെ ഒരു സൂര്യ തേജസ്സായിട്ട് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുകയാണ്. ഇന്നലെ മുതൽ പരിഷത്ത് വേദി സജീവമാണ്. കുഞ്ഞുങ്ങൾ മുതൽ സന്യാസി ശ്രേഷ്ഠർ, വിശിഷ്ടമായിട്ടുള്ള വാഗ്മികൾ വരെ പ്രബോധനങ്ങളും ഹിന്ദു ഗീതാ പുരാണങ്ങളുമൊക്കെ ഈ വേദിയിൽ സജ്ജമാക്കിക്കൊണ്ട്, വേദിയെ സജീവമാക്കിക്കൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിലെ കുഞ്ഞു കുരുന്നുകൾ അവതരിപ്പിക്കുന്ന ഗീതാപാരായണമാണ് പ്രധാനപ്പെട്ട വേദിയിൽ. ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഹിന്ദുമത പരിഷത്തിൻ്റെ ആത്മീയ സമ്മേളനം, ആത്മീയ കൂടിച്ചേരലുകൾ സംഗമം നടക്കുന്ന പ്രധാന വേദിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുരുന്നുകൾ ഗീതാപാരായണം നടത്തുകയാണ്. ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളാണ് ഈ കുരുന്നുകളെല്ലാവരും. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി ഈ ഒരു വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഗീതാപാരായണം ഭക്തി നിർഭരമായി ആലപിക്കുന്നതിൻ്റെ, ഗീതാപാരായണം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ തന്നെ വേദി സജീവമാണ്. രാവിലെ ഗീതാപാരായണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിജയാനന്ദ വിദ്യാപീഠത്തിലെ കുരുന്നുകൾ ഇപ്പോൾ ഗീതാപാരായണം നടത്തുന്നത്. രാവിലെ 10 മണിക്ക് ദാർശനികം പരിപാടിയുണ്ട്. 3:30 ഉച്ചകഴിഞ്ഞ് 3:30ക്കാണ് പ്രധാന പരിപാടി. ഇന്ന് ധർമാചാര്യ സഭ വൈകിട്ട് 3:30 നടക്കുന്നത്. മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ്, ഗുജറാത്തിലെ വാനപ്രസ്ഥ സാധക് ആശ്രമത്തിൽ നിന്നുള്ള സത്യജിത് മഹാരാജ്, ദയാനന്ദാശ്രമം പാലക്കാട് നിന്നുള്ള ശ്രീമദ് കൃഷ്ണാത്മാനന്ദ സ്വാമി, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി തുടങ്ങി സന്യാസി ശ്രേഷ്ഠരെല്ലാം ധർമാചാര്യ സഭയിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആചാര്യ ശ്രേഷ്ഠരുടെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി 30,000 മുതൽ 1,00,000 മുകളിൽ വരെ ആളുകൾ ഓരോ ദിവസവും ഹിന്ദുമത പരിഷത്ത് വേദിയിലേക്ക്, പരിഷത്ത് ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രഭാഷണങ്ങളുമായിട്ട് ഭാരതത്തിനകത്തും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠർ ഇവിടെ സജീവമാകും. നാളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി കൂടി നടക്കുന്നുണ്ട്. അത് അയ്യപ്പ ഭക്ത സമ്മേളനമാണ്. നാളെ വൈകിട്ട് 3:30ക്കാണ് അയ്യപ്പ ഭക്ത സമ്മേളനം നടക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഇതുവരെയുള്ള അവലോകനവും ഇനിയുള്ള ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആചാരപരമായിട്ടുള്ള പാരമ്പര്യങ്ങളും മറ്റുമെല്ലാം ചർച്ച ചെയ്യുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം നാളെ വൈകിട്ട് 3:30 നടക്കുമ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ദേവസ്വം മന്ത്രി VN വാസവൻ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രസിഡന്റ് സ്വാമി അയ്യപ്പദാസ്, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നാളത്തെ പ്രധാനപ്പെട്ട പരിപാടിയുള്ള ശബരിമല അയ്യപ്പ ഭക്ത സമ്മേളനത്തിലെ പ്രത്യേകതകൾ. 5-ാം തീയതിയാണ് ഈ 113ാമത് അയിരൂർ ഹിന്ദുമത പരിഷത്തിൻ്റെ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള സാന്നിധ്യമായ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംസാരിക്കും. ഏകദേശം 1.5 മണിക്കൂറോളം അദ്ദേഹം വേദിയിൽ സംസാരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പൊതുപരിപാടികൾ അപൂർവമായി പങ്കെടുക്കുന്ന RSS സർസംഘചാലക് പങ്കെടുക്കുന്നു. ഈ 113ാമത് ഹിന്ദുമത പരിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത് സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് തന്നെ ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഹിന്ദു മഹാസമ്മേളനമാക്കി മാറ്റുകയാണ്. ഏറ്റവും ആകർഷണീയമായിട്ടുള്ള സവിശേഷ സാന്നിധ്യമായിട്ട് RSS സർസംഘചാലകിൻ്റെ സാന്നിധ്യവും മാറുകയാണ് ഇത്തവണത്തെ പരിഷത്തിൽ. ഈ സംഘചാലകിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഇവിടെ അയിരൂരിൽ പുരോഗമിക്കുകയുമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് ഹിന്ദു ഏകതാ സമ്മേളനം, സർസംഘചാലക് പങ്കെടുക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ ഹിന്ദു ഏകതാ സമ്മേളന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർത്തിയായിട്ടുണ്ട്. പമ്പ ആരതികൾ, ഒപ്പം ഹിന്ദു നേതൃയോഗങ്ങൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ പരിപാടികളായിരുന്നു ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ
വരവേൽക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് പൂർത്തീകരിച്ചു വന്നത്. RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗ്രഹസമ്പർക്ക പരിപാടികളും RSS സർവകലാശാലയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച് വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് ബുധനാഴ്ച RSS സർവകലാശാലകർ എത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും അദ്ദേഹത്തെ വരവേൽക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. മറ്റ് ആചാര്യ അനുസ്മരണ സഭ, പരിസ്ഥിതി സമ്മേളനം, വനിതാ സമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 9 വൈകിട്ട് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഹിന്ദുധർമ്മത്തിൻ്റെയും സനാതന ധർമ്മ പ്രഘോഷണങ്ങളുടെയും എല്ലാം ആ ഒരു സമ്മേളനത്തിന് പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ ഭാരതത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠർ, പ്രമുഖമായിട്ടുള്ള വാഗ്മികൾ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവരുടെല്ലാം വിശിഷ്ട സാന്നിധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മഹാസമ്മേളനത്തിനാണ് പമ്പാതീരം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിലെ കുഞ്ഞു കുരുന്നുങ്ങൾ ഗീതാപാരായണം നടത്തുന്നത് തുടരുന്നു. ഇതിനുശേഷമാണ് ദാർശനിക പരിപാടി രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുന്നത്. ഭജനകൾ, രാമായണ ഗീതാപാരായണങ്ങൾ തുടങ്ങിയ പരിപാടികൾ തുടങ്ങിയവ ചടങ്ങുകൾ മുഴുവൻ സമയവും ഇവിടെ വേദിയെ സജീവമാക്കിക്കൊണ്ട് മുഴുവൻ സമയവുമുണ്ട്. കുഞ്ഞു കുരുന്നുകൾ മുതൽ വലിയ സന്യാസി വാഗ്മികൾ വരെ ഈ പരിഷത്ത് വേദിയിൽ എത്തുന്നു. അവരെല്ലാം അവരുടേതായ പങ്കാളിത്തം കൊണ്ട് ഹിന്ദുധർമ്മത്തെയും ഹിന്ദു സംസ്കാരത്തെയും സനാതന ധർമ്മ പ്രഘോഷണങ്ങളെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സനാതന ധർമ്മ പ്രഘോഷണങ്ങളുടെ ഒരു സൂര്യ തേജസ്സായി, ഒരു വിജ്ഞാന വേദിയായിട്ട് ഈ പരിഷത്ത് മാറുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കുഞ്ഞു കുരുന്നുകളുടെ ഗീതാപാരായണം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിനോദ്. തീർച്ചയായും 113ാമത് വർഷത്തെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പുരോഗമിക്കുകയാണ്. അതിൻ്റെ 2ാം ദിനമാണ് ഇന്ന് ധർമാചാര്യ സഭ നടക്കുന്നു. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സമ്മേളനം. നാളെ അയ്യപ്പ ഭക്തരുടെ സമ്മേളനം, അതേപോലെ തന്നെ രാവിലെ മാധ്യമ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനം മറ്റന്നാളാണ്. ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത്. 9ാം തീയതി വരെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് നീണ്ടു നിൽക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.